ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബോബി ചെമ്മന്നൂർ. നോക്കുക, കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ബോബി ചെമ്മന്നൂറിന് ഹണി റോസ് കേസ് കൊടുക്കുന്നുണ്ട്, ബോബി ചെമ്മന്നൂർ ജയിലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോച്ചയുടെ ബിസിനസ് ആകെ ഡള്ളായി എന്നല്ല, ബോച്ചയുടെ ബിസിനസ് ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ മുമ്പിലേക്ക് എന്തായി ഒരു ഡള്ളായോ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ബോബി ചെമ്മന്നൂർ ഹണി റോസിനെയും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് മോണലിസയെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. നോക്കുക, നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഈ നടി ഉദ്ഘാടനത്തിന് വരുന്നതും നല്ല രീതിയിൽ മാന്യമായ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം മോണലിസയുടെ 4-5 ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. നോക്കുക, നിങ്ങൾ കണ്ടല്ലോ, മോണലിസ നല്ല രീതിയിൽ കഴിവുള്ളവരാണ്, അവർ നല്ല രീതിയിൽ ആക്ടറാണ്, അവർക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സും ഇടാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് എടുത്തു പറയാനുള്ള കാരണം, അവർ സ്വാഭാവികമായിട്ടും പുറത്തു പോകുമ്പോൾ ധരിക്കുന്നത് നമ്മളിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലത്തെ ഡ്രസ്സാണ്. പക്ഷേ ബോച്ചയുടെ ഉദ്ഘാടനത്തിൽ വരുമ്പോൾ നാടൻ പെൺകുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ആ വീഡിയോസ് കാണുമ്പോൾ നമ്മളടക്കം ഞെട്ടിപ്പോകും, ഇത് മോണലിസയാണോ വേറെ ആരോ ആണോ. അപ്പോൾ അത്രക്കും മാന്യമായ രീതിയിൽ ഡ്രസ്സിങ് ചെയ്ത് വന്ന മോണലിസ ഇവിടെ ബോച്ച പറയാതെ മറുപടി കൊടുക്കുന്നത് ഹണി റോസിന് തന്നെയാണ്. നോക്കുക, ഇന്നടക്കം ഞാൻ സമ്മർ മീഡിയ അതുപോലെ തന്നെ കുറേ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ വീഡിയോസ് കണ്ടു. മോണലിസയുടെ ഡ്രസ്സിങ് ആണ് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച ചെയ്യുന്ന കാരണം ഹണി റോസിനുള്ള 8ന്റെ പണിയാണ്. അതായത് നമുക്കൊക്കെ അറിയാം, ഹണി റോസും ബോച്ചയും ഡ്രസ്സും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻറ്റും, അതായത് ആ ഒരു കാരണം കൊണ്ടാണല്ലോ, കുണ്ടി ദേവി എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ നമ്മുടെ ബോബി ചെമ്മന്നൂർ ജയിലിലായതും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ബോബി ചെമ്മന്നൂർ, നോക്കുക, നോർത്ത് ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള മോണലിസയെ ഉദ്ഘാടനത്തെ വിളിക്കുകയാണ്. നോക്കുക, മോണലിസ വരുന്നതും നല്ല രീതിയിൽ ഡ്രസ്സും ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഉദ്ഘാടനത്തിന്റെ ചെറിയൊരു രംഗങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. പതിവിന് വിപരീതമായി ബിസിനസ് കൂടി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കാരണം ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി. നോക്കുക, ബോബി ചെമ്മന്നൂർ പറയുകയാണ്, ഞാൻ ജയിലിൽ പോയി ഒരു 4-5 ദിവസം ബോബി ചെമ്മന്നൂർ ജയിലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ കമ്പനി നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയത്. എന്നാലും ഒരു ചെറിയൊരു ഡൾ ഉണ്ടായിരുന്നു ഈ ഒരു കേസൊക്കെ ആയത് ബോബി ചെമ്മന്നൂർ. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എല്ലാ ദിവസവും വിക്കറ്റ്, അതായത് എല്ലാ ദിവസവും 0-ൽ പുറത്താകുമ്പോൾ അതൊരു ഇന്ത്യക്ക് തന്നെ ഒരു തിരിച്ചടിയാണ്. അതുപോലെ ബോബി ചെമ്മന്നൂരിന്റെ ബിസിനസ്സിൽ ബോബി ചെമ്മന്നൂർ അകത്ത് പോയപ്പോൾ ചെറിയ രീതിയിൽ ഡള്ളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നടി വന്ന് ഉദ്ഘാടനം ചെയ്തതുകൂടി എല്ലാം അങ്ങ് ഇല്ലാതായി. അതുമല്ല, ബോബി ചെമ്മന്നൂരിന്റെ ബ്രാൻഡ് ഇന്ത്യ മൊത്തത്തിൽ അറിയപ്പെടുകയാണ്, മൊത്തത്തിൽ അറിയാം എന്നും ഒന്നും കൂടി ഉഷാറാവുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ കുറച്ച് വീഡിയോകൾ കണ്ടു നോക്കാം. ഓക്കെ, വാലന്റൈൻസ് ഡേ മേ आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड की स्पेशली मेड थोड़ा ബോച്ച എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഇതുകൊണ്ടാണ് അദ്ദേഹം നല്ല രീതിയിൽ അറിയപ്പെടുന്നതും. നിങ്ങൾ നോക്കുക, വാലന്റൈൻസ് ഡേക്ക് ഞാൻ മോണലിസയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ബോച്ച കൊടുക്കുന്നത്. അപ്പം അതിൽ നമുക്കൊക്കെ അറിയാം, ബോച്ച ഒരു ഡബിൾ മീനിങ്ങിന്റെ ആളാണ്. അങ്ങനെയൊക്കെയാണ് ബോച്ചയുടെ നമ്മൾ ബോച്ചയെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെയും ബോച്ച പറയാതെ പറയുന്നു, അതായത് വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ്, നമ്മളിപ്പോൾ ഞാനൊരു പെൺകുട്ടിക്ക് ഈ ദിവസം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവർ എൻ്റെ ആരെങ്കിലും ഒരാളാവണം. പക്ഷെ ബോച്ച ഇവരെ അങ്ങനെ കണ്ടതല്ല. പക്ഷെ ഇത് ഹണി റോസിനും ഈ കേരളത്തില് നമ്മുടെ ബോച്ചയെ ആരൊക്കെ വിമർശിച്ചു അവർക്കുള്ള ഒരു വിമർശനത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇത് ഇടുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, മോഡലിംഗ് കരേഗാ, മാർക്കറ്റിംഗ് പ്രൊമോഷൻ സബ് കുച്ച് കരേഗാ വിത്ത് പെർമിഷൻ ഒന്ന് ഇട്ട് കൊടുത്തേ. ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാ. 10,000 ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ, എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണ്. നോക്കുക, ബോച്ച ഹണി റോസിന്റെ പ്രശ്നത്തിന് ശേഷം നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു എന്നതിന്റെ ഒരു തെളിവാണ്. അതായത് മോണലിസയ്ക്ക് മാല ധരിക്കുന്നതിന് മുമ്പ് ഒരു അനുവാദം ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ ബോച്ച അങ്ങനത്തെ ഒരാളല്ല. അതായത് ഞാൻ ബോച്ചയെ കുറ്റപ്പെടുത്തുന്നതല്ല,
നമുക്കൊക്കെ അറിയാം പോച്ച ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടികൾ ഇങ്ങനെ അനുവാദമൊന്നും ചോദിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ തൊട്ടതും പിടിച്ചതും കേസാണ്. അതായത് വെറുതെ കുറെ കേസുകളുണ്ട്, പീഡന കേസ്, മറ്റ് കേസുകൾ, ഇതൊക്കെ അന്വേഷിക്കാതെ ഇത്തരത്തിൽ ചെറിയ ചെറിയ കേസുകളെ പൊങ്ങിയെടുക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ആദ്യമേ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇത് ഞാൻ നിന്റെ കൗത്തിലേക്ക് ഇടുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിയാണ് നമ്മുടെ ചെമ്മണ്ണൂർ. അപ്പോൾ ഇതിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ബ്രാൻഡ് ഒന്നും കൂടി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലാവുകയാണ്. അപ്പോൾ ഇങ്ങനെ വൈറലാകാൻ കാരണം ഒന്നാമത്തെ കാരണം മോണലിസ വന്ന ഒരു ഡ്രസ്സിങ് തന്നെയാണ്. ഞാൻ ഹിന്ദി ചാനലുകളിലും കുറേ യൂട്യൂബ് ചാനലുകളും എല്ലായിടത്തും ചർച്ച മോണലിസയുടെ ഡ്രസ്സിങ് മാത്രമാണ്. അതായത് അവർ മികച്ചൊരു നടിയാണ്. അവരെ ഇത്തരത്തിലുള്ള ഡ്രസ്സുകളിലൊക്കെ അപൂർവത്തിൽ അപൂർവമാണ് കാണല്. അത്തരത്തിൽ മികച്ച ഒരു നടി, അത്തരത്തിൽ മികച്ച ഒരു മോഡൽ വന്ന് ഒരു നല്ല രീതിയിൽ നാടൻ പെണ്ണുപിള്ള, അതായത് കേരളത്തിന് നമുക്കറിയാം നമ്മുടെ മലയാളി ക്യാരക്ടർ, മലയാളി പെൺകുട്ടികൾ ധരിക്കുന്ന മാതിരിയുള്ള ഡ്രസ്സും ഇട്ട് ഒരു ഉദ്ഘാടനത്തിന് ഇത്രയും ഫേമസ് ഉള്ള ഒരു നടി വന്നതോടുകൂടി ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ അതായത് ഈ ജയിലിലായതിനു ശേഷം ചെറിയ രീതിയിലൊന്ന് ഡൗൺ ആയല്ലോ, അതിന്റെ 10 ഇരട്ടി അല്ല 100 ഇരട്ടി ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.